ഗ്രീറ്റിംഗ്സ് ആൻഡ് വെൽക്കം ടു A3 ജനറേഷൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാലപ്പവും സ്റ്റൂവുമാണ്. അപ്പോൾ സ്പിൻസ്റ്റേഴ്സ് ആൻഡ് ബാച്ചിലേഴ്സ് ആയിട്ട് ജീവിക്കുന്നവർക്കൊക്കെ വെള്ളയപ്പമൊക്കെ പാലപ്പമൊക്കെ ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാം പാക്കറ്റ്സിൽ അവൈലബിൾ ആണിപ്പോൾ. അപ്പോൾ ഇങ്ങനെ പാക്കറ്റ്സ് അവൈലബിൾ ഉള്ള ഇത് വെച്ച് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പാലപ്പത്തിൻ്റെ റെഡിമെയ്ഡ് പൗഡർ വരുന്നത് വറുത്ത പൊടിയായിരിക്കും. അതിൽ തന്നെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് ചെയ്താൽ മതി. അതുപോലെ പാല് ഞാൻ എടുത്തിരിക്കുന്ന ഹോം മെയ്ഡിൻ്റെയാണ്. അത് വളരെ തിക്കായിരിക്കും. നമ്മളത് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 ഗ്ലാസ് പൊടിക്ക് ഞാൻ ഇപ്പോൾ 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം വേണം. അത് നേരിയ ചൂടുവെള്ളം എടുക്കാം. അതിൽ ടേസ്റ്റ് വേണമെങ്കിൽ തേങ്ങാപ്പാലെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങാപ്പാലിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. ഇനി തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് പുളിച്ച് കിട്ടത്തില്ല. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പകുതി പാലും കുറച്ച് ഇളം ചൂടുവെള്ളവും കൂടി ഇടുക. അതും ഒരു ഉച്ച സമയം നോക്കിയൊക്കെ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് പുളിച്ച് കിട്ടും. ഇപ്പം ഞാൻ ഈ പൊടിക്കകത്ത് ഈ തേങ്ങാപ്പാൽ കലക്കി വെച്ചത് മിക്സ് ചെയ്തു. ഇതാണ് ഞാൻ യൂസ് ചെയ്ത പാലപ്പത്തിൻ്റെ പൊടി. ഇനി ഇതിലേക്ക് ഒരു നുള്ള് കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 സ്പൂൺ ഷുഗർ, പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്. എനിക്ക് ഇച്ചിരി മധുരം വേണം. അപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ലപോലെ കലക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ കട്ട കളഞ്ഞ് മിക്സ് ചെയ്തെടുക്കണം. ഇനി തേങ്ങാപ്പാൽ ചേർക്കാൻ പറ്റാത്തവരാണെങ്കിൽ, ഇപ്പോൾ പാക്കറ്റ് തേങ്ങാപ്പാലൊക്കെ കിട്ടാത്ത സ്ഥലമാണെങ്കിൽ നിങ്ങൾ ഇതിങ്ങനെ വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തിട്ട് വാം വാട്ടറിൽ തന്നെ മിക്സ് ചെയ്തിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ അപ്പം ചുട്ട് കഴിയുമ്പോൾ ആ തേങ്ങയുടെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ വരും. അപ്പോൾ തേങ്ങാപ്പാൽ ഇടാൻ സാധിക്കാത്തവർ 1 സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് നമ്മൾക്ക് കുറേ നേരം മൂടി വെക്കാം. ഒരു 1.5 മണിക്കൂറൊക്കെ വെച്ചാൽ മതി ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ. അല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ചധികം നേരം വെക്കണം. നമുക്ക് സ്റ്റൂവിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത സ്റ്റൗവിൽ നമ്മളുടെ ഇന്നത്തേക്കുള്ള ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട്. അതവിടെ ഇരുന്നോട്ടെ, നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട. ആദ്യം എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ആദ്യം നമ്മളുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇതിൻ്റെ പട്ട, ഗ്രാമ്പു ഒക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഓണിയൻസ് റൗണ്ടിലാണ് മുറിച്ചിരിക്കുന്നത്, അത് നമുക്ക് ഇടാം. ഇത് നമ്മളുടെ പച്ചമുളക്, ഇഞ്ചി, വേപ്പില കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അത് ഇച്ചിരി നേരം ഉണങ്ങി വേപ്പില ഇച്ചിരി നേരം വെള്ളത്തിലിടുമ്പോഴേക്കും അതൊന്ന് കുതിർന്ന് കിട്ടും. ഇനി നമ്മൾക്ക് കുറച്ച് ഗരം മസാലയും പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ടിട്ടുണ്ട്. എന്നാലും കുറച്ച് പേരിനൊരു ഇച്ചിരി ഗരം മസാല, പിന്നെ പെപ്പർ പൗഡർ. ചിലവരിതിൽ മഞ്ഞളൊക്കെ ഇടും കേട്ടോ. നമ്മൾ മഞ്ഞൾ എടുക്കില്ല. കുറച്ച് വൈറ്റ് കളറിൽ തന്നെ ആയിരിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആ പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒത്തിരി വലിയ പീസായിട്ടാണ് ഇടുന്നത്. പൊട്ടറ്റോയൊക്കെ നമ്മൾ പുഴുങ്ങിയപ്പോൾ തന്നെ ഉപ്പിട്ടാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത്.
അതുകൊണ്ട് ഒത്തിരി ഇല്ല. ഇത് ക്യാരറ്റ് ഇങ്ങനെ നമ്മൾ റൗണ്ടിലാട്ടോ മുറിച്ചിടുക. ഒരു കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഞാനൊരു കുറച്ച് തേങ്ങാപ്പാൽ പിഴിയുക. ഇത് നല്ല തിക്കാണ്, അതുകൊണ്ട് കുറച്ച് പാലിട്ടിട്ട് ഇച്ചിരി വെള്ളം ഇടാൻ പോവാം. കണ്ടോ തിക്നെസ് കണ്ടോ? ബാക്കിയുള്ളത് നമ്മൾക്ക് ലാസ്റ്റിലിടാം. തേങ്ങാപ്പാലിന് കുറച്ച് വെള്ളം ഇട്ടിട്ടുണ്ട്. ചെറിയൊരു തിള വന്നു കഴിയുമ്പോൾ നമുക്ക് മുട്ടയും തക്കാളി ഇതിലേക്ക് പെറുക്കി വെക്കാം. ഇതിനകത്ത് ചിലർ പുതിന ഇടാറുണ്ട് കേട്ടോ. പുതിന ഇച്ചിരി ഇട്ടാൽ ടേസ്റ്റാണ്. ഇത് നല്ലപോലെ ഇത് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് അതിൻ്റെ അകത്തേക്ക് ആ മുട്ടയും തക്കാളിയും പെറുക്കി വെക്കാം. ഒത്തിരി കുഴയ്ക്കാൻ പറ്റത്തില്ലല്ലോ, മുട്ട ഇങ്ങനെ വിട്ടുപോരും. മുട്ട നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടല്ല അതിനകത്ത് പിടിക്കത്തുള്ളൂ. നമ്മൾ കറിയൊക്കെ വെക്കുന്ന പോലെ ഫുള്ളായിട്ട് മുട്ടയുടെ ഇതിൽ വെക്കാൻ പറ്റത്തില്ല, ടേസ്റ്റ് പിടിക്കത്തില്ല ഉള്ളിൽ. തക്കാളിയും കൂടെ അങ്ങോട്ട്, ആ തക്കാളിയുടെ ഒരു ചെറിയ പുളിയും കൂടെ വരണമല്ലോ, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ്. ഒരു കുറച്ച് നേരം ഒന്ന് ഹൈയിലിട്ടിട്ട്, ഹൈ ഓർ മീഡിയമിലിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് തീ കുറയ്ക്കുക. നമ്മളുടെ അപ്പം വെന്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഇതുണ്ട്, സ്റ്റൂ ആണെങ്കിലും വെജിറ്റബിൾസ് അതിൽ ഒത്തിരി ഉണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് മുട്ടയൊക്കെ നമ്മളുടെ ഉള്ളിൽ രാവിലെ ചെല്ലുന്നത് നല്ലത് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോസ് എത്തിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. താങ്ക് യു.